ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:30. അപ്പോൾ പാലിന് പോവാണ് കേട്ടോ. സൊസൈറ്റി വീടിൻ്റെ അടുത്താണ്, ഒന്ന് നടക്കാനുള്ള ഇത്തിരി ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാലിന് പോകുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ പൂച്ചക്കുട്ടികളും എൻ്റെ പിന്നാലെ വരും കേട്ടോ. ഒരു പടയായിട്ട് ജാഥയായിട്ട് അവരെല്ലാവരും വരും. അപ്പോൾ അവർക്കറിയാം ഞാൻ പാലിന് പോവാണ് എന്നുള്ളത്. അപ്പോൾ ഇവർ കാറ്റ് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ പാല് വാങ്ങാൻ പോകുമ്പോൾ ഇനിയിപ്പോൾ അത് വാങ്ങി കൊടുന്നാലാണ് കിട്ടുക എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും എൻ്റെ പിന്നാലെ വരും കേട്ടോ. കണ്ടോളൂ ഇപ്പോൾ. അപ്പോൾ ആ കാണുന്ന റോഡിൻ്റെ ആ അറ്റത്ത് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സൊസൈറ്റിയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റോഡ് മുഴുവൻ ഇവരിവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കും. അപ്പോൾ റോഡ് ടാറിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഴയ ടാറൊക്കെ പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ മൂക്കും ഇടിച്ച് വീഴും. അപ്പോൾ ഈ പൂച്ചക്കുട്ടികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പൂച്ചക്കുട്ടികൾ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം ആ അറ്റത്തൊരു വീട്ടിൽ നായയുണ്ട്. അപ്പോൾ ഉപദ്രവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കാറ്റ് ഫുഡ് പാത്രമൊക്കെ കുലുക്കാൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കുലുക്കിയിട്ട് ചെറിയ കുട്ടികൾ ഓടിപ്പോയി, വലിയ കുട്ടികളൊന്നും ഓടിപ്പോയില്ല. അവരൊക്കെ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇതൊക്കെ തിരിച്ച് വരുമ്പോൾ അതേപോലെ വരികയാണ് കേട്ടോ. അവിടെ കാത്തിരിക്കും, വരണവരെ കാത്തിരിക്കും. ചിലപ്പോൾ ഉറക്കെ നിലവിളിക്കും, അയ്യറയിലേ അമ്മയെ കാണാലേ പറഞ്ഞിട്ട് നിലവിളിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒപ്പം പോരുകയാണ്. പിന്നെ ചില നായ്ക്കളൊക്കെ ഇവർ അടിക്കും കേട്ടോ. പാവം പിടിച്ച നായ്ക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അതിലേക്ക് അടുക്കൂടെ പോയി കഴിഞ്ഞാൽ അടിക്കും. ഉഗ്ര സ്വഭാവമുള്ള നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. അത് അവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് പാല് കൊടുക്കട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. അപ്പോൾ ഇന്ന് എന്താ സന്തോഷം വെച്ചാൽ ഉണ്ണിപ്പൂച്ച, വയ്യാത്ത പൂച്ചക്കുട്ടി ഉണ്ടല്ലോ, അവൾ ഇവരുടെ ഒപ്പം അവൾ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ അവളും ഇവരുടെ ഒപ്പം പാല് കുടിക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കൂട്ടത്തിൽ നിന്ന് പാല് കുടിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ അവളങ്ങനെ കുടിക്കുന്നില്ല, ഒരു തുള്ളി എങ്ങാനും ഒന്ന് സിപ്പ് ചെയ്തിട്ട് മാറി നിൽക്കുന്ന ആളാണ്. ഇന്ന് അവരുടെ ഒപ്പം നിന്ന് കുടിച്ചു. പിന്നെ അത് ആ ഒറ്റയ്ക്ക് നിന്ന് പാല് കുടിക്കുന്ന ആളാണ് കേട്ടോ, കുറിഞ്ഞി. അവളെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അവളുടെ മക്കളും കുട്ടികളും പേരക്കുട്ടികളും കൊച്ചുമക്കളൊക്കെ ഇതൊക്കെ. ഇത് വാലില്ലാത്ത പൂച്ച ട്രാൻസ്ഫോമറിൽ കയറിയിട്ട് ഷോക്ക് അടിച്ചിട്ട് വാല് പോയതാണ് കേട്ടോ. വാല് മാത്രമല്ല, മുത്തൂത്ത് വലിയ മുറിയായിരുന്നു കണ്ടോ. ആ മുറിയൊക്കെ ഉണങ്ങി അവൾ ഓക്കെ ആയി. അപ്പോൾ കണ്ടില്ലേ, വാല് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ചായ വയ്ക്കുകയാണ്. അപ്പോൾ ശർക്കര ചായയാണ് കേട്ടോ വയ്ക്കുക. 4 പേരേ ഉള്ളൂ. അപ്പോൾ 4 പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കണത്. അപ്പോൾ മുമ്പൊക്കെ പഞ്ചസാര കൊണ്ട് തന്നെയാണ് ചായ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി പഞ്ചസാര മാറ്റിയിട്ട് ശർക്കര എപ്പോഴും ഒന്ന് നോക്കിയതാണ് കേട്ടോ. നോക്കുമ്പോൾ അതാണ് നല്ല സ്വാദാണ് കേട്ടോ ശർക്കര ചായ. ഇപ്പോൾ പഞ്ചസാര ഇട്ട ചായ കുടിക്കാനേ ഇഷ്ടമല്ല, ഇങ്ങനെ കുടിച്ച് ശീലമായി. നല്ല സ്വാദാണ്. അപ്പോൾ അത് ചായയൊക്കെ റെഡിയായി. അപ്പോൾ 4 ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ചായ കുടിച്ചിട്ട് അമ്പലത്തിലൊന്ന് പോകണം. ഇന്ന് 30 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടും നമ്മുടെ ഗണപതി തൊഴണം. പിന്നെ അവിടെ കിള്ളിക്കാവിലൊന്ന് പോകണം, അടുത്തടുത്താണല്ലോ ഒറ്റപ്പാലം. അപ്പോൾ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ ഊട്ടുപുര ഗണപതി അമ്പലത്തിലേക്കാണ് ആദ്യം പോകണത് കേട്ടോ. അപ്പോൾ ഇതാ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. 30 വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം ഒന്ന് തൊഴുതു പോരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പൂജയ്ക്കും ഒക്കെ ഉള്ള ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പോന്നു. ഇനി ഇവിടെ അടുത്താണ് കിള്ളിക്കാവ് കേട്ടോ.
അപ്പം എന്നാൽ കിള്ളിക്കാവിലും കൂടി ഒന്ന് തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഊട്ടുപുര ഗണപതി അമ്പലമാണ്. ഇതവിടെ ഒരു സർപ്പക്കാവുണ്ട്, അവിടെ തൊഴുതിട്ട് അങ്ങനെ ഇതാ കിള്ളിക്കാവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭഗവതിയും കൂടി ഒന്ന് തൊഴുതാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് 3 കിള്ളിക്കാവുണ്ട് കേട്ടോ, അതിലൊന്നാണിത്. അപ്പോൾ അമ്മയൊക്കെ തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ചു ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അച്ചുവിനിതാ NSS കോളേജിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അവൾ പൊറോട്ട കഴിച്ചു, രാവിലെ തന്നെ പൊറോട്ട കഴിച്ചിരിക്കുന്നു. വീട്ടിലും പൊറോട്ട കഴിച്ചു, ഞാനൊരു മസാല ദോശ കഴിച്ചു. അപ്പോൾ അഞ്ജുവിനും പിന്നെ ഇതാ പൂച്ചക്കുട്ടികൾക്ക് പൊറോട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അഞ്ജുവിന് മസാല ദോശയും പൂച്ചക്കുട്ടികൾക്ക് പൊറോട്ടയും. അപ്പോൾ ഞാൻ എന്താ വരുമ്പോഴേക്കൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെവിടെ പുറത്ത് പോയിട്ട് വന്നാലും അവർക്ക് എന്തെങ്കിലും കൊണ്ടുവരണം, അങ്ങനെ ഒരു കുട്ടികളുടെ സ്വഭാവം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പൂച്ചക്കുട്ടികളും കുട്ടികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, അതേ ക്യാരക്ടറാണ്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ട കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മസാല ദോശയാണ് അഞ്ജുവിനുള്ളത്, ഇത് പൂച്ചക്കുട്ടികൾക്കുള്ള പൊറോട്ടയാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കട്ടെ. അപ്പോൾ സാരിയൊന്നും മാറ്റാനുള്ള ഒരു സാവകാശം അവർ തരില്ല, അപ്പം തന്നെ കൊടുക്കണം, ചൂടോടൊക്കെ കൊടുക്കണം. അപ്പോൾ കണ്ടോ കുറിഞ്ഞി വന്നിട്ടിരിക്കുന്നുണ്ടോ, ഇതാണ് ഞാൻ ആദ്യം നടന്ന പൂച്ചക്കുട്ടി കേട്ടോ. പൂച്ചക്കുട്ടിയല്ല, എനിക്ക് 4 വയസ്സായി, 4-4.5 വയസ്സായി. എന്നാലും നമുക്ക് എന്നും കുട്ടികൾ തന്നെ. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടേ ഒക്കെ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയാണ്. അപ്പം ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർ പറയും ഇത് പൂച്ചക്കുട്ടിയല്ലല്ലോ പറയും. അപ്പോൾ ചെറിയ കുട്ടികൾ മുകളിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവരൊക്കെ താഴെത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാറ്റ് ഫുഡും പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ അവർ മുകളിലാക്കിയിട്ടാണ് അമ്പലത്തിൽ പോയത്. ഇനി അവർക്കും കൊടുക്കണം. അവർ പിന്നെ എല്ലാവരും തന്നെ പൊറോട്ട കഴിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ ഇവിടെ ഒരു നായ വരും കേട്ടോ, പാവം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാവും. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് ബിസ്ക്കറ്റ് ചോറൊന്നും ഉണ്ണതിനെ അറിയണില്ല, എന്താണെന്നറിയില്ല. ചെറുപ്പത്തിൽ അങ്ങനെ ഫുഡൊന്നും കിട്ടാഞ്ഞിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കര മേത്തൊക്കെ മുറിയാണ്. അപ്പോൾ അതിനൊരു പൊറോട്ട പൊട്ടിച്ചിട്ട് കൊടുത്തു. എങ്ങനെയാണോ എനിക്ക് കാണാൻ നമുക്ക് വല്ല സ്പ്രേ ഒക്കെ എന്തിങ്ങനെ അപ്പം ഇനി അവർക്ക് മീൻ കൊടുക്കണം. എന്നിട്ട് അതും കൂടി കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിലത്തെ പണികളൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മീൻ കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻ മത്തി ഉണ്ടായിരുന്നു, നത്തലുണ്ട് കേട്ടോ. അതിൽ അല്ലെങ്കിൽ ബാബേട്ടൻ ചെരങ്കര സെൻറ്ററിൽ നിന്നൊക്കെയാണ് രാത്രി വരുമ്പോൾ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നലെ ചെരങ്കരൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാറ്റ് ഫുഡും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഒറ്റപ്പാലം പോയിട്ട് അവിടുത്തെ മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാണ്. കുറച്ച് നത്തലും കുറച്ച് മത്തിയുണ്ട്, പിന്നെ കാറ്റ് ഫുഡും അങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നത്തലൊക്കെ ഒന്ന് നേരാക്കിയിട്ട് ഞാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ വലിയ പൂച്ചക്കുട്ടികളെ പുറത്താക്കിയിട്ടാണ് ഗ്രില്ലൊക്കെ അടച്ചിട്ടാണ് കേട്ടോ അത് നേരാക്കുന്നത്. അല്ലെങ്കിൽ അവരിൻ്റെ നേരാക്കാനൊന്നും സമ്മതിക്കില്ല. എന്നിട്ട് തന്നെ അത് നല്ല അസലായിട്ട് ബഹളം കൂടുന്നുണ്ട്. അപ്പോൾ അത് നേരാക്കണതിൻ്റെ ഒപ്പം ഞാൻ ഈ വലിയ പൂച്ചക്കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവർ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അത് കുറച്ച് ഇനി മുകളിലത്തെ പൂച്ചക്കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കണം. എന്നിട്ട് അതിപ്പോൾ അത് അവർക്ക് കൊടുക്കുകയാണ്. ഇനി അവർ എൻ്റെ ഒപ്പം താഴത്തേക്ക് പോരും. ഇനി അവിടെ ഒന്ന് ഉച്ച വരെ കളിക്കട്ടെ. അപ്പോൾ എനിക്കിനി സമാധാനമായിട്ട് ചോറും കൂട്ടാനൊക്കെ വെക്കാമല്ലോ. അപ്പോൾ മീനൊക്കെ കൊടുക്കൽ കഴിഞ്ഞു. ഇനി ബാക്കി എൻ്റെ പണികളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നമസ്കാരം.